പ്രോഗ്രസ് ആക്കി എടുക്കുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ഈ ജോലി മാതാവ് തന്ന് അനുഗ്രഹിച്ചു. ഒരു പൊസിഷനാണ്, ഒരു വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു വേക്കൻസി എനിക്ക് വേണ്ടി മാതാവ് 2 വേക്കൻസി ആക്കി തന്നു. ഈ 2 വേക്കൻസി ഇപ്പോൾ ഞാൻ സന്തോഷമായിട്ട് ജോലി ചെയ്യുന്നു. ഒത്തിരി സന്തോഷം, ഉടമ്പടി വെച്ച പോലെ ഒത്തിരി സന്തോഷത്തിലും സമാധാനത്തിലും ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ UK ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യമാണ്. വളരെ ബുദ്ധിമുട്ടായിരുന്നു അവിടെ കിട്ടാൻ വേണ്ടി. എക്സാംസ് ഒന്നും കുഴപ്പമില്ലായിരുന്നു. പ്രാക്ടിക്കൽ ടെസ്റ്റ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ഒന്നാമത്തെ തവണയും രണ്ടാമത്തെ തവണയും ചെറിയ മൈനർ ഫോൾട്ട് കൊണ്ട് ഇവരെന്നെ തോൽപ്പിച്ചു. ഒന്നാമത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ഞാൻ ഉടമ്പടി ധ്യാനം കൂടിയിട്ടാണ് പോകുന്നത്. രണ്ടാമത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോഴും കൊന്തിയൊക്കെ ചൊല്ലി, പക്ഷേ 2ഉം തോറ്റുപോയി. പക്ഷേ എനിക്കൊരു വിഷമവും സങ്കടവും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു പരാതിയും പറഞ്ഞില്ല. ഞാനെടുത്ത ഉടമ്പടിയിലും ഞാൻ കണ്ട മാതാവിലും എനിക്ക് പരിപൂർണ്ണ വിശ്വാസമായിരുന്നു. ഞാൻ ഒരു കാര്യത്തിൽ പോലും, ഒരു ചെറിയ കാര്യത്തിന് പോലും, എനിക്ക് കിട്ടാത്തതായിട്ട് ഒരു കാര്യത്തിൽ പോലും ഒരു പരാതി പോലും ഞാൻ മാതാവിനോടോ ഈശോയോടോ പറഞ്ഞില്ല. മൂന്നാമത്തെ ആയപ്പോഴത്തേക്കും മാതാവിനോട് ചോദിച്ചു, മാതാവേ ഇത്തവണ കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ? ഞാൻ പോകാൻ നേരത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നതിന് 2 ദിവസം മുമ്പായിട്ട് ഞാൻ ഇവിടുന്ന് ജോസഫ് അച്ഛനെ ഈ അൾത്താരെ നിൽക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, മാതാവ് എനിക്ക് ഇത്തവണ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാക്കി തരും. ഡ്രൈവിംഗ് ടെസ്റ്റ് അന്ന് പോയി. അന്ന് സ്വാഭാവികമായിട്ടും മഴയുള്ളൊരു ദിവസമായിരുന്നു. അവിടെ മഴയുണ്ടായിരുന്നു. ഞാൻ ടെസ്റ്റിന് കയറിയപ്പോൾ തന്നെ 2 തവണ അടുപ്പിച്ച് വണ്ടി നിന്ന് പോയി. ഒരിക്കലും സംഭവിക്കാത്ത കാര്യം. ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞാൻ പരീക്ഷയ്ക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് തോറ്റു പോകുന്നത്. അന്ന് ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടിട്ട് പോയി. ഞാൻ വളരെ വിശ്വാസമായിരുന്നു. പക്ഷേ വണ്ടി എടുത്തപ്പോഴേ 2 തവണ നിന്നുപോയി. ഞാൻ മനസ്സിൽ തീർപ്പ് കൽപ്പിച്ചു, ഞാൻ പരീക്ഷ തോറ്റു, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് തോറ്റു. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു സ്വരം ഞാൻ കേട്ടു, നിനക്ക് തരാമെന്ന് പറഞ്ഞത് ഞാനല്ലേ, പിന്നെ നീ എന്തിനു ഭയപ്പെടണം. എനിക്ക് ഒരുപാട് എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ അത് കഴിഞ്ഞ ഉടനെ ഈ കൃപാസനത്തിൻ്റെ അൾത്താരയിൽ ഒരാൾ നിന്ന് OETയുടെ സാക്ഷ്യം പറയുന്നതാണ് കേട്ടത്. എനിക്കറിയില്ല OETയുടെ സാക്ഷ്യം. ഒരാൾ നിന്ന് ഈ അൾത്താരയിൽ നിന്ന് OETയുടെ സാക്ഷ്യം, ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിനാണ് പോകുന്നത്, പക്ഷേ ഒരാൾ OETയുടെ സാക്ഷ്യം പറയുന്നതാണ് കേട്ടത്. എനിക്കെങ്കിലും പ്രതീക്ഷ കുറവായിരുന്നു. 2 തവണ വണ്ടി നിന്ന് പോയാൽ സ്വാഭാവികമായിട്ടും തോൽപ്പിക്കേണ്ടതാണ്. എല്ലാം കഴിഞ്ഞ് അരമണിക്കൂർ വണ്ടി ഓടിച്ചു. അവരെന്നോട് പറഞ്ഞു, നീ പാസ്സായി, അത് കിട്ടി എന്നോട് പറഞ്ഞു. ഒരുപാട് ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഉടമ്പടി കുറച്ചുകൂടി ഊർജിതമാക്കി. ഞാൻ ഓരോ സാക്ഷ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. കൃപാസനം പത്രം കൊടുക്കുമ്പോഴും കൃപാസനത്തിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും എൻ്റെ ഗ്രൂപ്പിലാകട്ടെ ഫ്രണ്ട്സാകട്ടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും തമാശയ്ക്ക് കൂട്ടുകാർ പറയും, നീ വലിയ കൃപാസനത്തിൻ്റെ ആളല്ലേ, നീ എങ്കിൽ ഉടമ്പടി എടുപ്പിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എനിക്ക് എന്നാലും ഞാനൊന്നും മിണ്ടില്ല, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറേ ഉള്ളൂ. ഒരുപാട് പേര് കുറച്ച് പേരൊക്കെ കളിയാക്കിയിട്ടുണ്ട്, കൃപാസനത്തിൻ്റെ ആളല്ലേ, കൃപാസനത്തിൻ്റെ ആൾ. അവരിത് കളിയാക്കി പറയുമെങ്കിലും എനിക്കത് എനിക്കതൊരു ഞാൻ കൃപാസനത്തിൻ്റെ ആളാണെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. അതിൽ സന്തോഷമേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ കൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനെല്ലാം അച്ഛനും നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യം, എൻ്റെ അനിയത്തി UK-ലാണുള്ളത്. അവൾക്ക് വിസയ്ക്ക് വെക്കേണ്ട ഒരു സമയമായിരുന്നു. വിസയ്ക്ക് മെയ് 11 എന്നുള്ളത് വിസ വെക്കുന്ന സ്കിൽഡ് വർക്കേഴ്സ് കാറ്റഗറിയിൽ മെയ് 11 എന്നുള്ളത് അവരുടെ എല്ലാം ഡിപ്പെൻഡൻറ്റ് സ്റ്റേറ്റസ് എടുത്ത് മാറ്റുന്നൊരു സമയമായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് നോക്കി. അനിയത്തിക്ക് ഒരു കല്യാണവും ഒരു വർക്ക് വിസയും കിട്ടാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തു. ഒരു 13 ദിവസം മാത്രമേ മുമ്പിലുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അനിയത്തിയോട് പറഞ്ഞു, നമുക്കൊരു കല്യാണവും ഒരു വർക്ക് വിസയും കൂടെ നോക്കാം. അപ്പോൾ അനിയത്തി ചോദിച്ചു, 13 ദിവസം കൊണ്ട് ഒരു കല്യാണവും വർക്ക് വിസയൊക്കെ നടക്കുമോ? ഞാൻ എന്നോടാണ് ചോദിച്ചത്. അപ്പം ഞാനിവിടെ അച്ഛൻ ധ്യാനത്തിൽ പറയും, ഓരോരുത്തർ വന്ന് ഇങ്ങനെ എന്നോട് ചോദിക്കും, ഞാനൊന്നും ചോദിക്കില്ല. അതുപോലെ തന്നെ മാതാവിനെ ഏൽപ്പിക്കും. ഞാനും അതുപോലെ പറഞ്ഞു, മാതാവേ 13 ദിവസമുണ്ട്, അത് ഞാൻ അങ്ങോട്ട് മാതാവിനെ ഏൽപ്പിക്കുകയാണ്, ഒന്നും അറിയത്തില്ല. അങ്ങനെ മാതാവിനോട് പറഞ്ഞു. 11-ാം തീയതിക്ക് 9-ാം തീയതി ഒത്തിരി ബുദ്ധിമുട്ട്, ഇതിനിടയ്ക്ക് ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഉണ്ടായി. പല തവണ ഈ അപേക്ഷ ഡ്രോപ്പ് ചെയ്ത് കല്യാണവും മാറ്റി വെച്ചാലെന്നൊക്കെ ആലോചിച്ചതാണ്. എങ്കിലും മാതാവ് അത് മെയ് 11 എന്നുള്ള ഡെഡ് ലൈനിൻ്റെ മുമ്പായി മെയ് 9-ാം തീയതി ഉച്ച കഴിഞ്ഞ് വൈകിട്ട് 4 മണിയായപ്പം COS ഇഷ്യൂ ചെയ്തിരുന്നു. ഒത്തിരി ഇവരുടെ പുറകെ നടന്നു, കിട്ടില്ല, ഞങ്ങൾ പ്ലാനെല്ലാം ഉപേക്ഷിച്ചതാണ്. എങ്കിലും 9-ാം തീയതി വൈകിട്ട് 4 മണിയായപ്പം ഞങ്ങൾക്ക് എൻ്റെ അനിയത്തിക്ക് COS ഇഷ്യൂ ചെയ്ത് തന്നു. ആർക്കും വിശ്വാസമല്ലെന്ന്, എല്ലാവരും, എൻ്റെ മാതാപിതാക്കളടക്കം എല്ലാവരും, എൻ്റെ അനിയത്തി അടക്കം എല്ലാവരും ഈ പ്ലാൻ ഡ്രോപ്പ് ചെയ്താണ്. പക്ഷേ ഞാൻ അന്ന് ഒരു സ്വപ്നം കണ്ടു. ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഈ വിസ കിട്ടുമെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണം. അപ്പം ഞാനൊരു സ്വപ്നം കണ്ടു. ഞാനവിടെ എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച പള്ളിയിൽ പോകും. ഞാനങ്ങനെ ഒരു ദിവസം ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം ജോസഫ് അച്ഛനും ഒരു കറുത്ത ഉടുപ്പിട്ട ഒരു വൈദികനോട് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നടുക്കായിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് നിൽക്കുന്നൊരു സ്വപ്നം കണ്ടപ്പോൾ എനിക്കിത് മനസ്സിലായില്ല ഇത് എന്താണെന്ന്.
ഞാൻ ചോദിച്ചു, ജോസഫ് അച്ഛനെ എനിക്കറിയാം, മറ്റച്ഛൻ ഏതാ, ഒരു ഐഡിയ ഇല്ല, എന്താണ് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ഇല്ല. എങ്കിലും ഞാൻ ഈ മാതാവ് കാണിച്ച സ്വപ്നമല്ലേ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം പള്ളിയിൽ പോയപ്പോഴത്തേക്കും ഇടവക ധ്യാനമാണ് ഞങ്ങളുടെ പള്ളിയിൽ അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ കറുത്ത ഉടുപ്പിട്ട അച്ഛൻ പിറ്റേ ദിവസം പള്ളിയിൽ അവിടെ ധ്യാനിപ്പിക്കാൻ വന്നു. ഒത്തിരി സന്തോഷത്തോടെ ഞാൻ ആ ധ്യാനമൊക്കെ കൂടി. എങ്കിലും എനിക്കൊരു ജോസഫ് അച്ഛനെയും വേറൊരു അച്ഛനെയും കൂടിയല്ല ഞാൻ സ്വപ്നം കണ്ടു. മാതാവിനോട് ചോദിച്ചു, മാതാവി ഒരു കാര്യം കൂടി എനിക്ക് തരണം, ഈ വിസ കിട്ടുമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ എനിക്ക് എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരണം, ഒരു അടയാളോടെ കാണിച്ചു തരണം. അങ്ങനെ ഇരിക്കെ ഞാൻ അതൊരു കടന്നുറങ്ങിയപ്പോൾ എൻ്റെ അനിയത്തി ഒരു ഡെസ്കിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, ഇപ്പറേ ഒരാളിരിക്കുന്നു. പെട്ടെന്ന് ഫയലെല്ലാം ഒപ്പിട്ട് ഒരാൾ എടുത്തെറിയുവാണ്, അത്രയും സ്പീഡിലാണ് ചെയ്യുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞു, വീട്ടിലെല്ലാവരോടും പറഞ്ഞു, പേടിക്കേണ്ട, വിസ കിട്ടും. ആർക്കും വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. 9-ാം തീയതി വൈകിട്ട് 4 മണിയായപ്പം COS ഇഷ്യൂ ചെയ്തു. 10-ാം തീയതിയും 11-ാം തീയതിയും സൈറ്റ് ബ്ലോക്കായി. ഞങ്ങൾ വിസയ്ക്ക് വെച്ചു. വിസ സാങ്ഷനായി, അപ്രൂവലായി, വിവാഹം ഉറപ്പിച്ചു. എല്ലാം ഭംഗിയായിട്ട് മാതാവ് നടത്തി തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ കൃപാസന മാതാവിനും ഈശോയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ മാധ്യസ്ഥം വഴി നാമത്തിൽ, ഈശോമിശിഹായുടെ നാമത്തിൽ ഞങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന സ്വർഗസ്ഥനായ പിതാവിനും നന്ദി പറയുന്നു.